ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഒന്ന് ലണ്ടനിൽ പോയി വരാം, ഇസ്ലാം എങ്ങനെയാണ് അവിടെ കുളം തോണ്ടിയിട്ടുള്ളത് എന്ന് നേരിൽ കണ്ടുവരാം. മണ്ടൻ ലണ്ടനിൽ പോയി അവിടെ ബുദ്ധിമാന്മാരായ ചില ആളുകളുടെ മുന്നിൽ പെട്ടു, കുടുങ്ങി. അവസാനം നെറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചോടിയ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നെറ്റില്ല എന്നുള്ളത് മണ്ടന്റെ സ്ഥിരം ഒരു പ്രയോഗമാണ്. ഇന്റർനെറ്റ് ഇസ്ലാമിന്റെ കഥ കഴിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെയും കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല, അതിന് മാത്രം ആളില്ല. എന്തായിരുന്നു ആരിഫിന്റെ വാദം? ഒരു പിതാവിനെ തൻ്റെ മകളെ വിവാഹം ചെയ്യാമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഉണ്ടത്രേ. എന്നിട്ട് അതിനെ തെളിവ് ചോദിച്ചപ്പോൾ മണ്ടൻ പിന്നോട്ടടിച്ചു. സത്യത്തിൽ ആരിഫിന്റെ ഈ വാദത്തിന്റെ എതിരാണ് ഖുർആനിലുള്ളത്. സൂറത്തുൻ നിസാഇൽ 23-ാമത്തെ ആയത്ത്, ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും, നിങ്ങളുടെ ഉമ്മമാർ, മക്കൾ, ഇവരൊക്കെ നിങ്ങൾക്ക് വിവാഹം ചെയ്യൽ ഹറാമാണെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ നസ്സായ വ്യക്തമായ അധ്യാപനമുണ്ട്. മണ്ടനോട് മറുപടി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നിരുന്നാലും മണ്ടന്റെ വാദത്തെ ശരിവെച്ചു, തെറ്റാണെന്ന് ശരിവെച്ചു മണ്ടന്മാരുടെ തലവൻ. എതിർപ്പോടും കൂടി ഇല്ലാതെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ആരിഫ് ഹുസൈൻ പറഞ്ഞത്. അത് ഖുറാനിലുണ്ട് എന്ന് പറഞ്ഞതാണ്, ഖുറാനിലല്ല ഉള്ളത്, മദ്ഹബുകളിലാണ്. ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. ഇപ്പൊ ആ സോഴ്സ് പറഞ്ഞത് തെറ്റിപ്പോയി. സത്യത്തിൽ എന്നാ ഇപ്പൊ ഈ മദ്ഹബും ഫിഖ്ഹൊക്കെ ഇവർക്ക് തിരിയാൻ തുടങ്ങിയത്? ചില വിഷയങ്ങളിൽ ഫിഖ്ഹിനെ അംഗീകരിക്കൂല, ഖുർആനും ഹദീസും മാത്രം. ഇപ്പൊ ഫിഖ്ഹിൽ പറഞ്ഞ വിഷയങ്ങളാണ് അല്ലെങ്കിൽ മദ്ഹബിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഇവർ ചിലയിടങ്ങളിൽ മദ്ഹബിനെയും ഫിഖ്ഹിനെയും പരിഗണിക്കുകയും ചില സ്ഥലങ്ങളിൽ മദ്ഹബിനെയും ഫിഖ്ഹിനെയും പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന നെറികെട്ടവാദം. സത്യത്തിൽ വസ്തുത എന്താണ്? ഫിഖ്ഹിന്റെ ഓരോ നിയമങ്ങൾക്കും കൃത്യമായ ഹിക്മത്ത് ഉണ്ടായിരിക്കും. ഈ വിഷയത്തിൽ ഫിഖ്ഹ് ചർച്ച ചെയ്യുന്നത് അവിഹിതമായ ബന്ധത്തെക്കുറിച്ചാണ്, അവിഹിതമായ ബന്ധത്തിലുണ്ടായ മക്കളെക്കുറിച്ചാണ്. അവരെ വിവാഹം ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള ചർച്ചയാണ് ഫിഖ്ഹിലുള്ളത്. അവിഹിത ബന്ധത്തെ ഇസ്ലാം ശക്തമായി നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വ്യഭിചാരമാണത്, വ്യഭിചാരം ഹറാമാണ്. എന്നിരുന്നാലും മദ്ഹബുകൾ ഇതിനെ കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഹനഫി, ഹംബലി, മാലിക്കി മദ്ഹബുകളിൽ ഈ രൂപത്തിലുണ്ടായ മക്കൾ, ഈ അവിഹിത ബന്ധത്തിലുണ്ടായ മക്കൾ, അവരെ വിവാഹം ചെയ്യൽ ഹറാമാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രക്തബന്ധത്തെ പരിഗണിച്ചുകൊണ്ടാണ്. എന്നാൽ ഷാഫി മദ്ഹബിൽ അവിഹിത ബന്ധത്തിലുണ്ടായ മക്കളെ വിവാഹം ചെയ്യാമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മദ്ഹബിലെ ഓരോ നിയമങ്ങൾക്കും കൃത്യമായ ഹിക്മത്തുണ്ടായിരിക്കും. സത്യത്തിൽ ഷാഫി മദ്ഹബിലെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഇങ്ങനെ വിവാഹം ചെയ്യണമെന്നല്ല, ഇങ്ങനെ വിവാഹം ചെയ്യലാണ് അഭികാമ്യമെന്നുമല്ല. ഫത്തുൽ മുയിൻ പോലത്തെ കിതാബുകളിൽ കാണാൻ കഴിയും, ബൽ യുക്റഹു ലഹു നിക്കാഹഹ, ആ രൂപത്തിലുള്ള നിക്കാഹ് കറാഹത്താണ്, അള്ളാഹുവിനും റസൂലിനും വെറുപ്പാണ് എന്ന് കൃത്യമായി കാണാൻ കഴിയും. ഇസ്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല. മക്കൾ എന്നുള്ളത് പവിത്രമായൊരു ബന്ധമാണ്, വലിയ ബന്ധമാണത്. മഹ്റമുകളാണ്, വലിയ ബന്ധമാണ്. ആ ബന്ധം ഒരു തെറ്റിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും സ്വന്തം മാതാപിതാക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന യുക്തിവാദിയുടെ അപകടകരമായ വാദത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്കെന്തുമാവാം, പണത്തിന് പിശാചും നൃത്തം ചെയ്യും. എനിക്കും തോന്നി. അതല്ലേ ഞാനിപ്പോ പറഞ്ഞത്, ഞാനിപ്പോ ലണ്ടൻ മണ്ടനാണ്.